So today we will see what is analog and what is digital and the comparison between digital signal and analog signal. So an electronic circuit can be analog or digital. In digital electronics, it involves quantities with discrete values, and analog electronics involves quantities with continuous values. The case of analog quantity, the quantity has continuous values. Okay, for example, time, temperature, pressure, distance, and sound. And all in these cases, we have continuous values. Okay, so we will get a curve showing the temperature. We have a diagram here which shows the continuous values. And here temperature versus time. So temperature is a analog quantity. Okay, analog means what? Analog quantity is a continuous value, and there are many examples for analog quantities: time, temperature, pressure, distance, etc. Then digital quantity means it has a discrete set of values. Okay, signals in PCs are the examples of a digital quantity, and it has a square wave. Here we have a signal, and signal versus time means here we have a square wave for representing the digital quantity. Now we will see the comparison between the analog and digital signals. An analog signal is a continuous signal which represents a physical measurement, and digital signal means it is a discrete time signals generated by digital modulation. An analog signal is denoted by sine waves, but a digital signature is denoted by square waves. An analog signal uses continuous range of values to represent the information, but a digital signal uses discrete or discontinuous set of values. And an analog signal stores in the form of wave signals, but a digital signal stores in the form of binary bit. And for analog signal we have example thermometer, and digital signal we have PCs and PDs. And the digital thermometer is also available right now, so you have to be aware about it. Okay, so എന്താണ് ഒരു അനലോഗ് സിഗ്നൽ, എന്താണ് ഒരു ഡിജിറ്റൽ സിഗ്നൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു അനലോഗ് സിഗ്നൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കണ്ടിന്യൂസ് സെറ്റ് ഓഫ് വാല്യൂസ് ആയിരിക്കും, അല്ലെങ്കിൽ കണ്ടിന്യൂസ് റേഞ്ച് ഓഫ് വാല്യൂസിനെയാണ് അനലോഗ് സിഗ്നൽ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ടെമ്പറേച്ചർ ഒരു പെർട്ടിക്കുലർ ടൈം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ വാരി ചെയ്യുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും അല്ലേ. ഒരു അനലോഗ് സിഗ്നൽ, ഒരു തെർമോമീറ്ററിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ആ തെർമോമീറ്ററിൽ അതിൽ ഇൻക്രീസ് ചെയ്യുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതുപോലെ ഒരു വെയ്റ്റിൻ്റെ കേസ്, നമുക്കൊരു വെയിങ് മെഷീനാണ് യൂസ് ചെയ്തിരിക്കുന്നത്, ഡിജിറ്റലല്ല നോർമലായിട്ടുള്ളൊരു വെയിങ് മെഷീൻ ആണെങ്കിൽ ആ വാരി ചെയ്യുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. നേരെ മറിച്ചൊരു ഡിജിറ്റൽ ആണെങ്കിലോ ഡയറക്റ്റ് ആ ഒരു വെയിറ്റ് മാത്രമേ നമുക്കവിടെ കാണാം, ആ ഒരു പെർട്ടിക്കുലർ ടൈമിലെ വെയിറ്റ് മാത്രമേ നമുക്കവിടെ കാണാൻ വേണ്ടി പറ്റുള്ളൂ. അതൊരു ഡിസ്ക്രീറ്റ് വാല്യൂ ആണ് അല്ലേ. അനലോഗ് സിഗ്നൽ ആണെങ്കിൽ അതൊരു കണ്ടിന്യൂസ് റേഞ്ച് ഓഫ് വാല്യൂസ് ആണ്. ഈ കണ്ടിന്യൂസ് റേഞ്ച് ഓഫ് വാല്യൂസ് ആയതുകൊണ്ട് ഒരു അനലോഗ് സിഗ്നലിന് നമുക്ക് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം, ഒരു സൈൻ വേവ് ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി പറ്റും, ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള വാല്യൂസ് ആയിട്ട് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. നേരെ മറിച്ച് ഒരു ഡിജിറ്റൽ സിഗ്നൽ ആകുമ്പോൾ ഓരോ പെർട്ടിക്കുലർ ടൈമിലും ഓരോ പെർട്ടിക്കുലർ വാല്യൂ ആയിരിക്കും. അപ്പോൾ ഓരോ പെർട്ടിക്കുലർ പോയിന്റിലായിരിക്കും നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി പറ്റുക. അപ്പോൾ ഇത്തരത്തിലുള്ള പോയിൻറ്റ്സിനെ നമ്മൾ കണക്ട് ചെയ്ത് വരയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സ്ക്വയർ വേവ് ആയിരിക്കും. ഓക്കെ, ഇനി ഈ അനലോഗ് സിഗ്നലിൻ്റെ കേസിൽ അത് നമുക്ക് സ്റ്റോർ ചെയ്യുന്ന ഒരു വേവ് സിഗ്നലായിട്ടാണ് സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ, നമുക്കൊരു ഡിജിറ്റൽ സിഗ്നലിനെ നമുക്കൊരു ബൈനറി ബിറ്റ്സിലായിട്ട് ഫോമിൽ നമുക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടി കഴിയും. PCs ആയിക്കോട്ടെ, നമ്മുടെ PDS ആയിക്കോട്ടെ, മറ്റ് ഡിജിറ്റലായിട്ടുള്ള മറ്റ് പല ഡിവൈസസും ഇതൊക്കെ സ്റ്റോർ ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിജിറ്റൽ ഫോംസിലാണ്. അപ്പോൾ ഡിജിറ്റൽ ഫോംസ് എന്ന് പറയുമ്പോൾ ഒരു ബൈനറി ഡാറ്റ ആയിട്ടാണ് അതിൽ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ്
ഒരു അനലോഗ് സിഗ്നലും ഒരു ഡിജിറ്റൽ സിഗ്നലും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പം മെയിനായിട്ട് പറയുമ്പോൾ അനലോഗ് സിഗ്നൽ എന്ന് പറയുമ്പോൾ ഒരു കണ്ടിന്യൂസ് റേഞ്ച് ഓഫ് വാല്യൂസ് ആണ്. അതുപോലെ ഡിജിറ്റൽ സിഗ്നൽ എന്ന് പറയുമ്പോൾ എന്താ, ഒരു പെർട്ടിക്കുലർ ഡിസ്ക്രീറ്റ് വാല്യൂസ് ആണ്. ആ ഒരു പോയിന്റ് നമ്മളെപ്പോഴും ഓർത്ത് വെക്കണം. ഇവിടെ കണ്ടിന്യൂസ് വാല്യൂസ്. ഇതിൻ്റെ എക്സാമ്പിളായിട്ട് പറയും, ഇപ്പോൾ സൗണ്ട് ആയിക്കോട്ടെ, ടൈം ആയിക്കോട്ടെ. നമ്മൾ നോർമലായിട്ടുള്ളൊരു ക്ലോക്കിൻ്റെ കേസിൽ നമുക്ക് ഓരോ പെർട്ടിക്കുലർ ടൈം നോക്കുന്ന സമയത്ത് നമുക്ക് ആ ടൈം, ഇപ്പോൾ ഇതൊരു ക്ലോക്കാണെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് ഈ ഒരു പോയിന്റിൽ നിന്നും പെർട്ടിക്കുലർ പോയിന്റിലേക്കുള്ളത് മൊത്തം ആ ഒരു മൂവ്മെൻറ്റ് നമുക്ക് ആക്ച്വലി കാണാൻ വേണ്ടി പറ്റും. നമുക്ക് അവിടെ ആ ഒരു മൂവ്മെൻറ്റ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. നേരെ മറിച്ച് ഒരു ഡിജിറ്റൽ ക്ലോക്കിലാണെങ്കിൽ എന്താ അവിടെ സംഭവിക്കുക, അവിടെ കാണിക്കുന്ന ഒരു ഡിജിറ്റൽ ടൈം ആയിരിക്കും. ഇപ്പോൾ 5:50 ആണെങ്കിൽ 5:50 ആ ഒരു പെർട്ടിക്കുലർ ടൈം മാത്രമേ നമുക്ക് അവിടെ കാണിക്കൂ. അതിന് ഇടയിൽ വരുന്ന ടൈംസ് നമുക്കവിടെ കാണാൻ പറ്റണം എന്നില്ല. അപ്പം ഇത്തരത്തിലാണ് ഒരു അനലോഗ് സിഗ്നലും ഒരു ഡിജിറ്റൽ സിഗ്നലും, ഒരു അനലോഗ് വാല്യൂ ഒരു ഡിജിറ്റൽ വാല്യൂ തമ്മിൽ ഡിഫർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ കേർവ്സ് ആയിരിക്കും, കണ്ടിന്യൂസ് കേർവ്സ് ആയിരിക്കും നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റുക. നേരെ മറിച്ച് ഒരു ഡിജിറ്റൽ സിഗ്നൽ ആകുമ്പോഴോ അവിടെ ഡിസ്ക്രീറ്റ് സെറ്റ് ഓഫ് വാല്യൂസ് ആണ് നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റുക. ആ ഒരു ടേം നിങ്ങളവിടെ മനസ്സിലാക്കുക, കണ്ടിന്യൂസ്, ഡിസ്ക്രീറ്റ്. അപ്പോൾ ഇവിടെ വരുന്നത് നമുക്കിപ്പോൾ ഒരു ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ ഓരോ പോയിന്റിലും ഓരോ പെർട്ടിക്കുലർ പോയിന്റ് ആയിരിക്കും കിട്ടുന്നതെങ്കിൽ നമുക്ക് ആ ഒരു രീതിയിൽ മാത്രമേ നമുക്ക് വരയ്ക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള വാല്യൂസ് എന്നുള്ള രീതിയിൽ നമുക്കൊരു ഓരോ പോയിൻ്റാണ് ഓരോ സ്ഥലത്തിലേക്കും വരിക. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക, വാല്യൂസ് കിട്ടുന്നുണ്ടാവുക. അപ്പോൾ ഒരു ടെമ്പറേച്ചർ, ഒരു പെർട്ടിക്കുലർ ടൈമിൽ ടെമ്പറേച്ചർ പറയുന്ന സമയത്ത് ആ ഒരു ടേമിലേക്കുള്ള ടെമ്പറേച്ചർ ഓരോ വരുന്ന വാല്യൂസിൻ്റെ വാരി ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് അവിടെ കിട്ടുന്നത് എന്താണ്, ഇവിടെ ഒരു കണ്ടിന്യൂസ് വാല്യൂസ് ആണ് കിട്ടുന്നത്. ഓക്കെ, അപ്പം that are the main difference between an analog signal and a digital signal. Okay, thank you.